മഴ ഒന്ന് പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഇപ്പോൾ സാനിയോ മനോമയുണ്ട് കോഴിക്കോട് നിന്നും. സാനിയോ, നമ്മൾ നേരത്തെ മഴയുടെ കാര്യം പറഞ്ഞ് സാനിയോ അടുത്ത് വന്നപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ പോയത് പ്രേക്ഷകരെ. എന്താണ് അവസ്ഥ? ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ പലയിടത്തും തിരുവനന്തപുരത്തേക്ക് ഗംഭീരമായിട്ട് നടന്നു എന്നാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കോഴിക്കോട് എന്താണ് അവസ്ഥ സാനിയോ? കോഴിക്കോട് ഡോക്ടർ അരുൺകുമാർ ചോദിക്കുമ്പോഴേക്കും ചെറുതായി മഴ ചാറി തുടങ്ങി എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് SM സ്ട്രീറ്റിന് തൊട്ടടുത്തുള്ള ഒരു റോഡിൽ, അതായത് ഈ സ്റ്റേഡിയത്തിനൊക്കെ തൊട്ടടുത്തുള്ള റോഡിലാണ്. ഇവിടെ ഇപ്പോൾ നല്ല വെള്ളക്കെട്ടുണ്ട്. സാധാരണ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് വരുന്നൊരു പ്രദേശമാണ് SM സ്ട്രീറ്റിന് മുൻപിലുള്ള ഈ റോഡെന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായാലും ആ വെള്ളക്കെട്ട് വലിയ വെള്ളക്കെട്ടൊന്നുമല്ല, എന്നാലും നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെള്ളക്കെട്ടാണ്. ജില്ലയിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുഴുവൻ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചെറുതായി ചാറുന്നു മാത്രമേ ഉള്ളൂ. മലയോര മേഖലകളിലും അത് തന്നെയാണ് സ്ഥിതിയെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങൾക്ക്, എല്ലാ ഖനന പ്രവർത്തനങ്ങൾക്കും ക്വാറി പ്രവർത്തനങ്ങൾക്കും എല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കാണ് തൽക്കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക്, മലയോര മേഖലകളിലേക്കുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 7 മണി വരെ, അതായത് വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ മലയോര മേഖലകളിലേക്ക് അനാവശ്യ യാത്രകൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി കമ്പികളിലേക്ക് മരം കടപുഴകി വീണും മറ്റും വൈദ്യുതി തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് മാറ്റുകയും KSEB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ വലിയ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ദിവസം മാത്രം 6 തോണി അപകടങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് ബേപ്പൂർ ഭാഗത്തൊക്കെ ശക്തമായ തരത്തിൽ കാറ്റടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതടക്കം മുന്നിൽ കണ്ടുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. ഈ അലേർട്ട് മാറുന്നതുവരെ ഈ മത്സ്യബന്ധനം പോകുന്നത് പരമാവധി ഒഴിവാക്കണം തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തു കൂടി ഇപ്പോൾ ബസ്സിനൊക്കെ പോകാൻ കഴിയും, പക്ഷെ നടന്നൊരു തരത്തിലും പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ മാറി. ഞാൻ കുട വെറുതെ ചൂടിയതാണ്, മഴ വീണ്ടും മാറിയിരിക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, ഇടവിട്ട് പെയ്യുന്നുണ്ട് പലയിടങ്ങളിലും മഴ. പ്രേക്ഷകർ ശ്രദ്ധിക്കാം. അപ്പോൾ മഴ മുന്നറിയിപ്പുകളുണ്ട്. ഒരിക്കൽ കൂടി മഴ മുന്നറിയിപ്പുകൾ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കണ്ണൂരിലും കാസർഗോഡുമാണ് റെഡ് അലേർട്ടുകൾ ഉള്ളത്. 9 ഇടങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. 2 ഇടങ്ങളിൽ യെല്ലോ അലേർട്ടാണ്. അതായത് ആലപ്പുഴയിലും കൊല്ലത്തും യെല്ലോ അലേർട്ടാണ് ഉള്ളത്. 9 ഇടങ്ങളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്, 2 ഇടങ്ങളിൽ റെഡ് അലേർട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ 3 ഇടങ്ങളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. പ്രേക്ഷകർക്ക് നമ്മളുടെ അലേർട്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ബാക്കി കാസർഗോഡും കണ്ണൂരിലും റെഡ് അലേർട്ടാണ് എന്നുള്ളതും പ്രേക്ഷകർക്ക് കാണാം. പക്ഷേ അതിതീവ്ര മഴ ഇപ്പോൾ കണ്ണൂരിൽ പെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നത്. 3 മണിക്കൂർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും വലിയ മറ്റു നഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രേക്ഷകർ കരുതി തന്നെ ഇരിക്കണം. മഴ പെയ്താൽ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അലേർട്ടുകളായി റിപ്പോർട്ടർ TV യിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പകർച്ചവ്യാധികളുടെ കൂടെ സമയമാണ്. ചിലയിടങ്ങളിൽ കോവിഡ് പടരുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രോഗലക്ഷണമൊക്കെ കണ്ടാൽ മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കാൻ ശ്രമിക്കുക. കോവിഡ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ജാഗ്രത വേണം എന്ന് തന്നെ പറയുന്നുണ്ട്. 280ഓളം കേസുകൾ മെയ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ്.